എല്ലാവരും തമ്മിൽ അറിയാനുള്ളതാണ് ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് നമ്മളെ ഫെസിലിറ്റേറ്റ് ചെയ്ത് നമ്മളെ സഹായിക്കാനാണ് സെന്തിൽ വന്നത്. ഞാൻ സെന്തിലിനെ ആ ചടങ്ങിലേക്ക് ആ കടമയിലേക്ക് ക്ഷണിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പരിചയപ്പെട്ടാൽ മതി. അപ്പോൾ പിന്നെ എല്ലാവർക്കും എളുപ്പമായി. കാരണം എനിക്ക് കുറച്ച് പേരൊക്കെ കേട്ടുകൊണ്ടറിയാം, കുറച്ച് പേര് വളരെ കുറച്ച് പേരെ നേരിട്ട് പരിചയമുള്ളൂ. ഇവിടെ വന്നിട്ട് കുറച്ച് പേരെ പരിചയപ്പെട്ടു. എന്തായാലും നമുക്ക് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു ഔപചാരിക രീതിയൊന്നുമല്ല, എന്നാലും ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നൽകിയ ഡോക്ടറെ തന്നെ പരിചയപ്പെടുന്നു. ആയുർവേദ കോളേജിൽ അപ്പോൾ കുമാരസംഭവം അല്ലേ? അപ്പം ഈ കുമാരസംഭവം പേരിട്ടതിനെ തുടർന്ന് കുമാരൻ വന്നതാണോ? ഇന്ന് നമ്മൾ ഇന്നത്തെ ഈ ബ്ലോഗ് വരുന്ന ആ ഒരു ബ്ലോഗിന്റെ ഓർമ്മിക്കാണോ ചുമന്ന ഷീറ്റ്? ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് വന്നു. പങ്കെടുക്കുന്ന ആളെ പേര് കണ്ടിട്ട് ആരില്ല, ആ ഒരു ആകർഷണം. അതായത് ഇപ്പം ഈ കുമാരൻ എന്നുള്ളതിന് മാരൻ എന്നുള്ള വാക്കിന്റെ ആകർഷണം കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടോ? കിളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരനുമായി ബന്ധപ്പെട്ട് ചാണ്ടിത്തരങ്ങൾ അല്ലെ? കൂടുതൽ എനിക്ക് ബ്ലോഗ് സാധാരണ എല്ലാവർക്കും കണ്ടാണ് പരിചയമുണ്ടാവുക. പക്ഷെ ഞാൻ കേട്ടാണെങ്കിൽ ബ്ലോഗിനെ കുറിച്ച് കൂടുതൽ അറിയാം. പറയൂ, എന്താണ് ചെയ്യുന്നത്? ബൈ പ്രൊഫഷൻ വളരെ ദേവാലയം പുറത്താണ് അത്ര യൂണിവേഴ്സിറ്റി. ശരി. അപ്പം ഉപയോഗിക്കുന്നു. അപ്പം ശരിക്കും സിജോയ് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ തെണ്ടിത്തരങ്ങളുടെ ഒരു ഡീസന്റ് വെർഷനാണ് ചാണ്ടിത്തരങ്ങൾ എന്നാണ്. കണ്ടന്റില് ഇപ്പോഴും പഴയ ചാണ്ടിത്തരം തന്നെയാണോ പുതിയ ചാണ്ടിത്തരമാണോ? ഒരു വർഷം കഴിഞ്ഞു ഞാൻ പുതിയ ആളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഇനി വരുന്ന ആൾക്കാർക്ക് പിന്നിൽ വന്ന് ജോയിൻ ചെയ്യാനുള്ള സൗകര്യത്തിൽ കഴിയുന്നത് എല്ലാവരും മുന്നിൽ ഇരിക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ് എഴുതിയിട്ടുണ്ട്. സോഷ്യൽ ജസ്റ്റിസ് ഓക്കെ ഓക്കെ. ഈ രണ്ടെണ്ണം എഴുതിയിട്ട് കുറേ നാൾ മുമ്പ് നിർത്തുക. എന്നിട്ട് ഞാൻ ഫോം ഫിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിൽ ബ്ലോഗിന്റെ പേരും അതിന്റെ URL അഡ്രസ്സൊക്കെ എഴുതിയിട്ട് ബ്ലോഗിന്റെ പേര് എഴുതിയുടെ ബ്രാക്കറ്റിൽ നോട്ട് ആക്റ്റീവ് എന്ന് എഴുതേണ്ടി വരിക എന്നത് കുറച്ച് സങ്കടമാണ്. ആ സങ്കടം രാവിലെ അനുഭവിച്ച ആളാണ്. എൻ്റെ ബ്ലോഗിന്റെ പേര് ചെരാസൻ എന്നാണ്. പക്ഷെ എൻ്റെ ബ്ലോഗിനും കിട്ടിയിരുന്നു ഒരുപാട് ബോംബോർഡിന്റെ ഭാഷയിൽ പറഞ്ഞാലുള്ള ചിരിയുണ്ടങ്ങളും ആശംസകൾ. നിങ്ങൾ വളരുന്നു, സ്മൈലീസ് അല്ല മറ്റേ സുരേഷ് കുമാറിന്റെ അടുത്ത് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊരാളുടെ അടുത്ത് പിന്നെ കാണാമെന്ന് പറയാറില്ലേ? വിളിക്കാം, പിന്നെ കാണാമെങ്കിൽ ഒരാളെ ഒഴിവാക്കാനുള്ള ഒരു വാക്കായിട്ട് ഇപ്പൊ വിളിക്കാമെന്ന് വരികയാണ്. അതുപോലെ ഏത് ബ്ലോഗിലും ആശംസകളും ചിരിയുണ്ടകളും അതും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചാളെ മുമ്പ് പിന്നെ എന്താണ് നിർത്തിയെന്ന് അറിഞ്ഞൂടെ. സമീപകാലത്ത് ഒരു ഫോട്ടോ ബ്ലോഗ് തീർച്ചയായിട്ടും ഇതേ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഞാനും ഒരു ബ്ലോഗ് പ്ലാൻ ചെയ്തത്. അതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ഷോർട്ട് ആൻഡ് സൈറ്റ് എന്നാണ്. പക്ഷെ റോഡരികിൽ എന്ന് പറയുന്നത് വഴിയോര കാഴ്ചകൾ പോലെ അല്ലെ? നല്ല അപ്പൊ നമ്മൾ സന്തോഷിനെ പരിചയപ്പെടുന്നു. റോഡരികിൽ ബ്ലോഗ് സന്തോഷം. ഞാനത് എഞ്ചിനീയറിംഗ് ഏറ്റവും അടുത്ത ആളെ കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചാണ്. പരിചയപ്പെടുത്തുന്ന വെച്ചാൽ ജോ എന്നാണ് പേരെന്ന് അറിയാം. ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളൂ. എൻ്റെ പേര് ജോ. 3-4 ബ്ലോഗ് ഉണ്ട്. ഇപ്പൊ എഴുതുന്ന ആകെ ഒരു ടെക്നിക്കൽ ബ്ലോഗ് ഉണ്ട്, DSLR ഫിലിം മേക്കിംഗ് .in. അതിൽ മാത്രമേ എഴുതുന്നുള്ളൂ. അതുകൂടാതെ ഒരു ഗ്രൂപ്പ് ബ്ലോഗില് ലീഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭൂലോകം എന്നുള്ളൊരു ഒരുപാട് പേര്, അതായത് ഒരുപാട് പേര് കേട്ട ബ്ലോഗേഴ്സ് വന്നതിന് കമന്റ്. അനുമണി പ്രത്യേകിച്ച് അനുമണി ആണല്ല, അനുമണി പെണ്ണാണ്. താല്പര്യമുള്ള ആൾ എന്തുകൊണ്ട് ഇത് വിൽക്കുന്നു? അപ്പം അതൊന്നുമല്ല, പുള്ളി ഒരു കാലത്ത് ഒരു താല്പര്യത്തിൽ ക്യാമറ വാങ്ങിക്കുന്നു, പിന്നെ വിൽക്കുന്നതിന്റെ ഉദ്ദേശം കുറച്ചുകൂടി നല്ല ക്യാമറ വാങ്ങിക്കാം. ഷിജു എന്നാണ്, ദുബായിലൊരു പരസ്യ കമ്പനി വർക്ക് ചെയ്യണം. ഞാൻ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. തൊടുപുഴ മീറ്റിൽ പങ്കെടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. 15-ാം തീയതി ലീവിലാണ്. പെട്ടെന്ന് ലീവും എല്ലാം മാറി നേരത്തെ ആയപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിടാൻ നമുക്ക് വന്നതാണ്. ഈ ബ്ലോഗ് തുടങ്ങുന്ന സമയത്ത്
ഫോട്ടോ എടുത്ത് തുടങ്ങിയിട്ടില്ല. അന്ന് കവിതയുടെ സൂക്കരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് പകൽക്കിനാവുകൾ എന്ന പേരിൽ ഒരു കവിതാ ബ്ലോഗ് തുടങ്ങി. 3-4 കവിതയൊക്കെ എഴുതി കുറേ തെരയൊക്കെ കിട്ടി. ഇപ്പം പതുക്കെ അടവ് മാറ്റി ഫോട്ടോ ആക്കിയതാണ്. പക്ഷെ ഇപ്പം മെയിൻ പരിപാടി ഫോട്ടോ എന്നതുകൊണ്ടാണ് പകൽക്കിനാവുന്ന സ്വയം പേര്. എന്തായാലും ഷിജു സന്തോഷം. ഓക്കെ, ഈ ബ്ലോഗ് എഴുതി തുടങ്ങി പിന്നെ യാത്രകൾ കൂട്ടിയിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ബ്ലോഗ് എഴുതി തുടങ്ങി പിന്നെ സാധാരണ സാധാരണയായി യാത്ര ചെയ്യാറുണ്ട്. നമ്മൾ സ്ഥിരം പല നമുക്ക് യാത്രകൾ ഇഷ്ടമുള്ള ആൾക്കാരെ എപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്. ബ്ലോഗ് ഓറിയന്റഡ് അല്ലല്ലോ അറിയാം. ബ്ലോഗിൽ എഴുതുന്നതിന്റെ സ്വീകാര്യതയെ മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി കൂടുതൽ യാത്ര ചെയ്ത് കളയാം. ഇല്ല, അങ്ങനെ വിട്ടില്ല. ഞാൻ അമേരിക്കയിലാണ്. അവസരങ്ങളുണ്ട്. ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ്. ആയിക്കോട്ടെ. കുറേ നാളുകൾക്ക് ശേഷം കായംകുളം സൂപ്പർ ഫാസ്റ്റ്. കായംകുളം സൂപ്പർ ഫാസ്റ്റിന്റെ ബുക്ക് നമുക്ക് ഇതിനോടൊക്കെ ബ്ലോഗിൽ എന്തോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് മലയാളം ബ്ലോഗിലേക്ക് വന്നിട്ട് വളരെ കുറച്ച് ദിവസമായിരുന്നു. എനിക്ക് ഡോക്ടർ ജയനേന്ദ്രനാണ് സപ്പോർട്ട് തന്നത്. ഞാൻ ഇംഗ്ലീഷിൽ ബ്ലോഗ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷിൽ കുറച്ച് ഇങ്ങനെ കണ്ടന്റ് റൈറ്ററാണ്. ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ? അതായത് പ്രൊഫഷണലി അല്ല, ഞാൻ പ്രൊഫഷണൽ ഗവൺമെന്റ് സർവീസിലാണ്. അന്നത്തിൽ ഡിസ്ട്രിക്ട് ഓർഡിനേറ്ററാണോ. അപ്പം ദിമിത്രോ എന്നാണ് വെച്ചിരിക്കുന്നത് അല്ലേ? ദിമിത്രോ ആണ് ഞാൻ പാടും. അത്ര വലിയ പഴയ ചെറിയ പ്രോഗ്രാം പോലെ ചെയ്യാറുണ്ട്. അപ്പോൾ തൈലുണ്ടായിരുന്നു. അതിൻ്റെ പാടാം. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മദീപികയിൽ നീ വന്നു ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊരു കഥ പറയാൻ പോകുന്നു. കുറെ കഥകൾ നമ്മൾ എഴുതി കൂട്ടി. കഥ പറയുന്നതിന്റെ പ്രത്യേകത, കഥ പറയൽ എന്ന് പറയുന്ന ഒരു പുതിയ സമ്പ്രദായമാണ്. പങ്കെടുക്കാൻ താല്പര്യമുണ്ടല്ലോ? ഇവിടേക്ക് എത്തിയിട്ട് ചോദിച്ചാൽ എങ്ങനെയാണല്ലേ? ഓക്കെ, അവിടെ ഒരു കൈയടി അർഹിക്കുന്നു. പറഞ്ഞിരിക്കും. എന്താണ്? സുമേഷ് സംശി. ഓക്കെ, അപ്പൊ കഥയുടെ തുടക്കം ആരാണ്? ഒരു കഥയ്ക്കൊരു തുടക്കമിട്ട് സജീവേട്ടൻ്റെ കഥ തുടങ്ങുന്നു. എല്ലാവരും ഈ ബ്ലോഗിന്റെ ഏറ്റവും അടുത്തുള്ള ഓഫീസ് എന്റെയാണ്. ഞാൻ ഈ ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം സംഭവം കേട്ടോ, ഞാൻ വൈകുന്നേരം ഒരു 8 മണിക്ക് ഓഫീസിൽ നിന്ന് വിട്ട് ഞാൻ MG റോഡിൽ കൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ലൈറ്റ് കാണാനില്ല. MG റോഡിൽ തന്നെ എന്റെ ബൈക്കിന്റെ ലൈറ്റ് കാണാനില്ല. MG റോഡിൽ വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ആകെ ടെൻഷൻ. എന്റെ ബൈക്കിന്റെ ലൈറ്റ് കാണാനില്ല. എന്റെ കയ്യിൽ ടോർച്ച് എത്തിച്ചിട്ട് കണ്ടുപിടിച്ചു പോയി. 2 വീലർ കയ്യിലെ ടോർച്ച് എത്തിച്ചിട്ട് വണ്ടി ഓടിച്ചു പോകുന്നു. ബ്ലോഗ് പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം രാകേഷ് വണ്ടിപ്രാന്തൻ. വെറുതെ അല്ല ടോർച്ചൊക്കെ കൊണ്ട് നടക്കാൻ. ഓക്കെ, എപ്പോ വേണമെങ്കിലും വിളിച്ചു പോവാം എന്നുള്ളതുകൊണ്ട് വണ്ടിപ്രാന്തൻ വേഗം വണ്ടിയിൽ നിന്ന് കയറിയിട്ട് ടോർച്ച് എത്തിച്ചിട്ട് തുടങ്ങി. ടോർച്ച് എന്താണെന്ന് ചോദിച്ചില്ല, പോലീസിനെ കൈ കാണിച്ചു. ടോർച്ച് വെച്ചിട്ട് വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കും. കേട്ടല്ലേ പറഞ്ഞോ? പോലീസ് കൈ കാണിച്ചു. പോലീസ് കൈ കാണിച്ച് സാധാരണ ചെയ്യാറുണ്ട്. ഞാൻ പ്രസ് കാർഡ് എടുത്ത് കാണിച്ചുള്ളൂ. പത്രപ്രവർത്തനമായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടാനുള്ള ആയ മാർഗം അതാണ്. അല്ല, പക്ഷേ ചേട്ടനല്ല പോയത്. വണ്ടിയിൽ കയറിയ സജീവേട്ടൻ ഇറങ്ങിയിട്ടില്ല. ബാക്കി കഥയെ നമ്മൾ പറഞ്ഞോളൂ. ഓവർലോഡിൽ ചാർജ് ചെയ്യുന്നു. അപ്പൊ ടോർച്ച് എടുത്ത് കാണിച്ചു. അപ്പൊ നമുക്ക് ടോർച്ച് എടുത്ത് കാണിച്ചപ്പോ ഓവർലോഡിൽ ചാർജ് ചെയ്തു. ഓവർലോഡിൽ ചാർജ് ചെയ്തു. അടിച്ച പെറ്റി ഞാൻ കൊടുക്കണ്ട. ഓക്കെ, ഓരോരുത്തരിലേക്ക് 15,000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. ഒപ്പം തന്നെ പത്രപ്രവർത്തകരുടെ സുഹൃത്തുക്കളെങ്കിൽ ആക്ച്വലി എൻ്റെ ഫസ്റ്റ് വേൾഡ് ഞാൻ ഇന്നലെ ഈവനിങ് ആണ് ലോഡ് ചെയ്തത്. അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്.
ഇപ്പോഴത്തെ ഒരു ഒരുപാട് വേറെ വേറെ ഷോർട്ട് സ്റ്റോറീസ് നമുക്ക് ജേക്കബ് രാജന്റെ വായിക്കാം. ജിക്കു വർഗീസിന്റെ സത്യാന്വേഷണങ്ങൾ. ഈശ്വര, എൻ്റെ പേഴ്സണൽ ബ്ലോഗിൽ അത്രയ്ക്ക് സജീവമല്ല. മൂന്നാം ഓൺലൈൻ സൈറ്റിൻ്റെ ഒരു അഡ്മിനാണ്. അതിലാണ് വരയ്ക്കുന്നത്. അതിനുവേണ്ടി ഒരു സത്യാന്വേഷണം നടത്തുന്നു. അപ്പൊ സംശി എന്താണ് സംശി ഉൾക്കൊണ്ടിരിക്കുന്നത്? സംശി ഈ അടുത്ത് തുടങ്ങിയ ബ്ലോഗാണ്. രജി മലയാളപ്പുഴ മഴപ്പാട്ടുകൾ രജി മലയാളപ്പുഴ ആണ് നമ്മൾ അടുത്ത പങ്കാളിയായിട്ട് വന്നിരിക്കുന്നത്. എന്തായിരുന്നു അതിന്റെ ഉൾക്കൊണ്ടിരിക്കുന്നത്? അത് ഒരു കവിതയുടെ ബ്ലോഗ് തുടങ്ങണമെന്ന് ഞാൻ സുഹൃത്തുക്കൾക്കെല്ലാം മെയിൽ ചെയ്തു. ഇതുപോലൊരു ബ്ലോഗ് ഉണ്ട്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, കവിതയാണെങ്കിൽ നീ എഴുതണ്ട, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്, അതുകൊണ്ട് കവിതയാണെങ്കിൽ എഴുതണ്ട, നമുക്ക് വായിക്കാൻ സമയമൊന്നുമില്ല, വേറെ വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. പരിചയപ്പെട്ടതിന് നന്ദി. എല്ലാവരും തിരിച്ചു പോകുക. നമുക്ക് ഇങ്ങനെ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടെന്ന് പരിചയപ്പെടുത്താം. കുറച്ചുകൂടി നമുക്ക് ഫാസ്റ്റാക്കി നീങ്ങാമെന്ന് തോന്നുന്നു. ഇനി പരിചയപ്പെടാത്ത ആൾക്കാർ കൊട്ടോട്ടി.com. അപ്പൊ ആദ്യം സാബു കൊട്ടോട്ടിന്റെ, ഇവിടെ ജയേന്ദ്രൻ പൊന്മുളക്കാരൻ, നാട്ടുവർത്തമാനം, ഷെരീഫ് കൊട്ടാരക്കാരാണ്. ബ്ലോഗിന്റെ പേരും അത് തന്നെയാണ്. കേരളദാസനുണ്ട്. ബ്ലോഗിന്റെ പേരാണ് പാലക്കാട്ടേട്ടൻ കേരളദാസുണ്ണി ആണ് ഇവിടെ ഇരിക്കുന്നത്. എവിടെ നിൽക്കുന്നത്? അടുത്തത് ഷെരീഫ് കൊട്ടാരക്കര, നമ്മുടെ ഇപ്പുറത്ത് സാബു കൊട്ടോട്ടി, ജയചന്ദ്രൻ നാട്ടുവർത്തമാണ് അല്ലെ, പൊന്മുളക്കാരൻ. ഓക്കെ, പേരെന്താണ്? പ്രവീൺ ഹരിചന്ദ്രൻ. എന്താണ് നാട്ടുവർത്തമാനത്തിൽ നമ്മൾ വർത്തമാനം പറയുന്നത്? സാധാരണ നാട്ടിലുള്ള പറയും. ഞാൻ അവിടെ അനുഭവിച്ചത് ഇവിടെ എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. ഇവിടെ ഇരിക്കുന്നത് നമ്മളെല്ലാവരും. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പരസ്പരം മാക്സിമം പരിചയപ്പെട്ട് പോകണം. അതൊരു ആരും വിശിഷ്യാ ബസ്സിൽ വിളിച്ചിരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും. അപ്പം എനിക്ക് ജസ്റ്റ് പേഴ്സണലി പറയാനുള്ള ഒരു കാര്യം, ഇനി അടുത്ത പോസ്റ്റുകളിൽ താങ്കൾ എന്തെങ്കിലും ഒരു വാർത്തയോ ലേഖനമോ എഴുതാൻ ശ്രമിക്കും എന്നാണ്. അടുത്തത് എന്താണ് നമ്മുടെ ഉൾക്കൊണ്ടിരിക്കുന്നത്? വരൂ പിന്നെ എനിക്ക് പോലെ ബ്ലോഗിൽ വന്നു പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് സമയം വേണ്ടിയില്ല. ഈശ്വര, പണ്ട് എനിക്ക് കഥയെഴുത്തിന്റെ അസ്ഥിത ഉണ്ടായിരുന്നു. 15-ാം വയസ്സ് മുതൽ കഥയെഴുത്ത് തുടങ്ങി. പിന്നെ ഒരു 35 കൊല്ലത്തോളം ആൾക്കാരോട് സംസാരിക്കാൻ നോക്കാത്ത ഒരു ജോലിയായിരുന്നു. എന്നുവെച്ചാൽ അടച്ചു കൂട്ടിക്കൂട്ടിയൊരു മുറിക്കാത്ത ആരുടെങ്കിലും സംസാരിക്കണമെങ്കിൽ ഒരു വഴി. ഇപ്പൊ തുറന്നു വിട്ടപ്പോ കൈ കിട്ടുന്നവരെ എല്ലാവരും പിന്നെ വീട്ടിന്റെ വാൾക്ക് നിൽക്കുമ്പോൾ നാട്ടുകാർ എന്തുകൊണ്ട് അവരവിടെ നിൽക്കൊണ്ട് ജീവനം കൊണ്ട് കടന്നു ഞാൻ മീറ്റിലൂടെ വരുമ്പോൾ നമ്മുടെ മത്താപ്പിന്റെ പ്രായത്തിലൊന്നും അങ്ങനെ എനിക്ക് തമാശ പറയാനൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് കിട്ടുന്നത്. ഇപ്പം വിടാനും പോകും. മത്താപ്പ സൈസ് ഇതിനെ എന്നും വിടുകയാണ്. സംസാരിച്ച അപ്പൊ ഈ 35 കൊല്ലത്തെ അനുഭവമുണ്ട്. ഈ അനുഭവങ്ങൾ മറ്റുള്ളവരായിട്ട് പകർന്നില്ല. അത് ജീവിതാനുഭവമുണ്ട്, ജോലിക്കിടയിൽ സംഭവിച്ചതുകൊണ്ട്. ഇതെല്ലാം ഇപ്പൊ ഇന്ന് ബ്ലോഗിൽ കൂടെ ഇങ്ങനെ കടത്തിവിട്ടോണ്ടിരിക്കുകയാണ്. ഇതാണ് ബ്ലോഗിന്റെ ലോകം. അപ്പൊ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ നിർദ്ദേശം, തീർച്ചയായിട്ടും ഇത്ര അനുഭവം ഉള്ള സ്ഥിതിക്ക് അതിന് പുതിയൊരു പേര് കണ്ടെത്തണം എന്ന് ഒരു അഭിപ്രായമുണ്ട്. കാരണം ബ്ലോഗിന് ഏറ്റവും ഹൈലൈറ്റ് അതിൻ്റെ ഒരു പേരാണ്. എല്ലാവർക്കും അവരുടേതായ മേഖലയുടെ പേര് കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഈ ഷെരീഫ് കൊട്ടാരക്കര തന്നെയാണ് ബ്ലോഗിന്റെ പേരും അല്ലെ. അപ്പൊ അത് തന്നെ മതി. പുള്ളി അതിൽ തന്നെ വിശ്വസിക്കുന്നു. കാരണം 15 ഇത്രയും വർഷം ഞാൻ അതിന്റെ അകത്തിരുന്ന് അനുഭവിച്ചാണ്. ഇനി എന്നെ തന്നെ പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഷെരീഫ് കൊട്ടാരക്കര എന്ന പേര് കേൾക്കുമ്പോൾ സമീപത്തുള്ള ഓർമ്മ തെറ്റുപോലെ അത് 133 അധ്യായം വായിക്കട്ടെ എഴുത്ത്. അത് പ്രിന്റിലാണ്. അപ്പം നോക്കുമ്പോൾ 900ഓളം പേജ്. അത് 2 കോടിയായിട്ട് ഇറക്കേണ്ടി വരുന്ന പബ്ലിഷിന്റെ കൊട്ടോട്ടി പറഞ്ഞ വഴി ഒരു ഐസ് ബ്രേക്കിങ്ങിന്റെ ഭാഗമായിട്ട്